അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷാനുവിൻ്റെ മനസ്സിൽ പല പല ചിന്തകളാണ്. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അത് തൻ്റെ ഉമ്മക്ക് വേണ്ടി എത്ര ത്യാഗം സഹിക്കുവാനും ഞാൻ തയ്യാറാണ്. എൻ്റെ ഉമ്മയെ ഒരിക്കലും വിഷമിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മക്ക് ചിലവായ ഓപ്പറേഷത്തിനുള്ള ക്യാഷ് അത് യസീറിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കടം വാങ്ങേണ്ടതായിട്ട് വന്നു. സാരല്ല, എൻ്റെ ഉമ്മല്ലേ, എൻ്റെ ഉമ്മക്ക് വേണ്ടിയുള്ളത് പിന്നെ ആർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുക? അതെ, എൻ്റെ ഉമ്മ എന്നെ ഈ ഭൂമിയിലേക്ക് പ്രസവിച്ചത് എൻ്റെ ഉമ്മല്ലേ. അതുകൊണ്ട് എൻ്റെ ഉമ്മാനോടുള്ള കടപ്പാട് അതുകൊണ്ടൊന്നും തീരൂല റബ്ബേ. എൻ്റെ ഉമ്മയെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം. എനിക്ക് കൂടെ വേണം എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയണില്ല. ഓരോന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഷാനു. മോനെ, അതെ, ഉമ്മയുടെ ദയനീയമായ വിളി. ആ ഉമ്മ, എന്തെൻ്റെ കുട്ടി ഇങ്ങനെ ആലോചിച്ചിരിക്കണത്? അത് പോരും എൻ്റെ കുട്ടി, വരി. എന്നാലും ആ പെൺകുട്ടി നമുക്ക് ഇത്രയും നല്ല വീടൊക്കെ തന്നതുകൊണ്ട് നമുക്ക് എത്ര റാഹത്തിൽ നിൽക്കാനായി. നമ്മളാ വീടിൻ്റെ കോല ഈ കണ്ടിരുന്നല്ലോ, മഴയും കൊള്ളും വെയിലും കൊള്ളും എന്ന് പറഞ്ഞ പോലെ ആകപ്പാടെ. മോനെ, ശുക്ർ ചെയ്തോ പടച്ച റബ്ബിനോട്. ഉമ്മ, എൻ്റെ കുട്ടി എന്താ 2 ദിവസം ആയിക്കണല്ലോ ഒരു ആലോചന തുടങ്ങിയിട്ട്? എന്തിയേ? ഉമ്മ, ഒന്നുമില്ല. ആ, എൻ്റെ കുട്ടി പൈസ ആരോടെയും തിരുമറയൊക്കെ വാങ്ങിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതൊക്കെ വീട്ടണല്ലോ അല്ലേ? മോനെ, എന്താ? അതെ, അവരുടെ കാതിൽ കിടന്നിരുന്ന ആ ഒരു ജിംക്കി അത് ഉമ്മ ഊരുകയാണ്. എന്നാ മോനെ, ഉമ്മാൻ്റെ കുട്ടി ഇത് വിറ്റ് കിട്ടണം, എന്താ വെച്ചാൽ കൊടുത്തോളി. അതുകൊണ്ടെങ്കിലും കുറച്ചെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഒരു 10 ഉറുപ്പ്യ വീട്ടാൻ പറ്റുകയാണെങ്കിൽ അതെങ്കിലും അല്ലേ. ഏയ് ഉമ്മ, അതൊന്നും വേണ്ട. അല്ല മോനെ, ഇതാ. ആ ഉമ്മ അത് ഊരി നൽകുമ്പോൾ അവൻ്റെ കണ്ണുകൾ എറിയുന്നുണ്ടായിരുന്നു. ഉമ്മ വേണ്ട, ഏയ് അതൊന്നും വേണ്ട. എന്താ ഉമ്മ നിങ്ങൾക്ക്? എൻ്റെ ഉമ്മാൻ്റെ കാതിൽ കിടക്കണ പൊന്നും കൂടി ഞാൻ ഊരിയെടുക്കേ. ഈ മോനല്ലേ ഉമ്മാക്ക് സ്വർണ്ണമൊക്കെ വാങ്ങിയിട്ട് തരേണ്ടത്? പകരമായിട്ട് അത് ഊരാണോ ഉമ്മ വേണ്ടത്? എന്താ ഉമ്മ, എൻ്റെ പൊന്നുമ്മ, നിങ്ങളതവിടെ വെക്കി. അങ്ങനെ അതാ ഷാനു അത് ഉമ്മയുടെ കാതിൽ തന്നെ ഇട്ട് കൊടുക്കുന്നു. വേണ്ട മോനെ, ഉമ്മാക്ക് പൊന്നും പണ്ടൊന്നും വേണ്ട. ഈ ജിംക്കി എൻ്റെ ബാപ്പ ഉണ്ടാക്കി തന്നതായിരുന്നു. ആ, ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ മോനെ, എൻ്റെ കുട്ടിക്ക് ബുദ്ധിമുട്ടായിട്ടല്ലേ. കുഴപ്പമില്ല, ഇതെടുത്തോളി. അല്ലുമ്മ, അതൊന്നും വേണ്ട. എൻ്റെ ഉമ്മാനെ ഞാൻ രാജകുമാരിയാക്കും. എൻ്റെ ഉമ്മാക്ക് ഞാൻ കമ്മലും മാലയും ഒക്കെ പണിത് തരും കേട്ടോ, വളയും പണിത് തരും. മോനെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്വർണ്ണവള എന്താന്ന് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല? അല്ല മോനെ, ഇട്ടിട്ടില്ലാന്ന്. ആ, കല്യാണത്തിനൊക്കെ കുപ്പികളൊക്കെ ഇട്ടായിരുന്നു വന്നിരുന്നത്. ഇത് പിന്നെ എൻ്റെ ബാപ്പനക്ക് ഉണ്ടാക്കി തന്നതാ. എൻ്റെ ബാപ്പാൻ്റെ ചരിത്രം പറയുകയാണെങ്കിലേ ഞാൻ പറ്റ പാവമായിരുന്നു മോനെ. എനിക്ക് ഉമ്മയില്ലായിരുന്നു. ഉമ്മ ഇല്ലാത്ത കാലത്ത് എൻ്റെ ബാപ്പനെ ഏറ്റെടുത്തതാ. എളാമാൻ്റെ ഉപദ്രവം സഹിക്കാൻ കഴിയായിട്ട് 5 വയസ്സിൽ എൻ്റെ ബാപ്പ ഞാൻ കൊണ്ടുവന്നു. ഞങ്ങൾ ചെറിയൊരു കുടുംബമുണ്ട്. പാവം കുറേ അധ്വാനിച്ചുണ്ടാക്കി ആ ഒരു ജിമിക്കും കമ്മലും എൻ്റെ പൂതിയോണ്ട് എൻ്റെ കാതിൽ കൊടുന്നിട്ട് തന്നു. ജീവിതത്തിൽ ഇതുവരെ സ്വർണ്ണവള ഞാൻ ഇട്ടിട്ടില്ല മോനെ. അതൊന്നും ഉമ്മക്ക് പൂതിയില്ല. ഉമ്മക്ക് ആഗ്രഹം എൻ്റെ മക്കൾ നല്ല രീതിയിൽ, എൻ്റെ പൊന്നുമോ നല്ല രീതിയിൽ നിൽക്കണം, എൻ്റെ കുട്ടിക്ക് ഒരു ഉപദ്രവം ഉണ്ടാവരുത് എന്നാണ്. അതിന് വേണ്ടി ഉമ്മതാ ഉപ്പുണ്ടാക്കി, എൻ്റെ ബാപ്പ ഉണ്ടാക്കി തന്നതിനല്ല ധൈര്യമായിട്ട് കൊണ്ടുപോയി വിറ്റോ. അതുകൊണ്ട് കടം വീട്ടാൻ കുറച്ചെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ വിറ്റിക്കോളി. ശരിക്കും ഷാനുവിന് അതെല്ലാം കേട്ടപ്പോൾ കണ്ണ് നിറയുകയാണ് ചെയ്തത്. ഉമ്മ, ഏയ് പഠിച്ചോനെ, എൻ്റെ ഉമ്മയെ രക്ഷിക്കണം. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അതാ അവൻ വിചാരിക്കുകയാണ്. അതാ അങ്ങനെ താൻ ചോദിച്ച ആ ദിവസമാണ് ഇന്ന്. ഡോക്ടർ വരാൻ പറഞ്ഞിട്ടുണ്ട്. പഠിച്ചോനെ, ഡോക്ടർ സോലിഹ് നല്ല ഡോക്ടറാണ് അദ്ദേഹം. സോലിഹ് ഡോക്ടർ, അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് അത്ര വലിയ പരിചയമൊന്നും ഇല്ലെങ്കിലും എന്തായാലും ഡോക്ടറെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊന്ന് അന്വേഷിക്കണം. അങ്ങനെ അതാ ഷാനു ഉമ്മയോട് സലാം പറയുന്നു. ഉമ്മ, അസ്സലാമു അലൈക്കും. ആ മോനെ, ഉമ്മാൻ്റെ കുട്ടി എവിടുക്കാ? ഉമ്മ, ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ ചെറിയൊരു കച്ചവടത്തിന് വേണ്ടി പോവുകയാണെന്നുള്ളത്. ചിലപ്പോൾ 5-6 ദിവസം, ചിലപ്പോൾ 8 ദിവസമൊക്കെ പിടിക്കുന്നേ. എൻ്റെ ഉമ്മയുടെ അടുത്ത് ഒരാളാക്കിയിട്ട് ഞാൻ പോവുള്ളൂ കേട്ടോ. ഉമ്മാൻ്റെ കുട്ടി ഇന്ന് തന്നെ പോവുകയാണോ? അല്ല ഉമ്മ, ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ എന്തൊക്കെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ. പഠിച്ചോനെ, എൻ്റെ കുട്ടിയുടെ ബിസിനസ്സിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ല. ആ ഉമ്മ ഹൃദയം പൊട്ടി.
ഒരു നിമിഷം ഷാനു ഞെട്ടി. എൻ്റെ റബ്ബേ, അല്ലാ, എൻ്റെ ഉമ്മ അറിഞ്ഞാൽ സമ്മതിക്കോ? ഏയ്, ഒരാളും സമ്മതിക്കൂല. പക്ഷെ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് കൊടുക്കാനും തയ്യാറാണ്. അത് എൻ്റെ ഉമ്മ എനിക്ക് സംരക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോട് ചോദിക്കും, എന്ത് പറ്റി, എങ്ങനെയാണ്, എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്തെന്ന് പറയുമ്പോൾ പറയാലോ, എൻ്റെ ഉമ്മയുടെ ഓപ്പറേഷത്തിന് വേണ്ടി ഇത്ര വലിയ സംഖ്യയായി റബ്ബേ, ആ സംഖ്യയുടെ കടം വിട്ട് എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ എൻ്റെ കിഡ്നി വിറ്റെന്ന് പറയാലോ. റഹ്മാനെ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രീതി അതെനിക്ക് വേണം, മതി വരുവോളം. പഠിച്ചവനെ, അതുകൊണ്ടേ കാര്യമുള്ളൂ. അങ്ങനെ അതാ ഉമ്മയോട് സലാം പറഞ്ഞ് അവൻ വീട്ടിൽ നിന്നിറങ്ങുന്നു. ഷാനു ആശുപത്രിയുടെ വലിയ ഗേറ്റിന് മുമ്പിൽ നിൽക്കുമ്പോൾ കൈകൾ വിയർപ്പിൽ നിറഞ്ഞിരുന്നു. എന്താ കൈകളൊക്കെ എത്ര ഒരു ചൂട്, ടെൻഷൻ കൊണ്ടാണോ? കണ്ണുകളിൽ ഉറക്കമില്ലാത്ത രാത്രികളുടെ കറുത്ത വട്ടങ്ങൾ. മനസ്സിൽ ഒരേ ഒരു ചിന്ത, അല്ലാ, ഇത് ചെയ്യണോ വേണ്ടേ? ശരിയാണ്, പടച്ചോൻ തന്ന അവയവാണ് അത്. ഇസ്ലാമിൽ അതൊരിക്കലും, പക്ഷെ എന്ത് ചെയ്യും റബ്ബേ? അല്ലാ, നീ തന്നത് വിൽക്കല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അവസ്ഥ നിനക്കറിയാലോ. കണ്ണീരോടെ പടച്ച റബ്ബിനോട് ചോദിക്കുകയാണ്. അവൻ എത്തിയത് നഗരത്തിലെ പ്രശസ്തമായ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. അവിടെ നെഫ്രോളജി വിഭാഗം നോക്കുന്ന ഡോക്ടർ സോലിഹിനെ കുറിച്ച് പലരും പറഞ്ഞിരുന്നു. അദ്ദേഹം കർശനനും നല്ല സത്യസന്ധനുമായിരുന്നു. അതെ, അല്പം കർശനമുണ്ടെങ്കിലും സത്യസന്ധനായ ഡോക്ടറായിരുന്നു അദ്ദേഹം. ഷാനു റിസപ്ഷനിൽ പേരെഴുതി. പേര് എന്താ? ഷാനവാസ്. ഓ, ഓക്കെ. വയസ്സ് 25. കുറച്ചു നേരം കഴിഞ്ഞ് ഡോക്ടർ വിളിക്കുന്നു. ഷാനവാസ്, ഡോക്ടർ വിളിക്കുന്നു. ഡോക്ടറുടെ മുറി. ഡോക്ടർ സോലിഹ് മധ്യവയസ്കനാണ്. കണ്ണടയുടെ ഗ്ലാസിന് മുകളിലൂടെയാണ് ഡോക്ടർ നോക്കുന്നത്. മേശമേൽ രോഗികളുടെ ഫയലുകൾ, സ്റ്റെതസ്കോപ്പ്, ബ്ലഡ് റിപ്പോർട്ടുകൾ എല്ലാം ഉണ്ട്. ഷാനു, വാ, ഇരിക്കൂ. അത് സ്നേഹത്തോടെ എൻ്റെ ഉമ്മ വിളിക്കുന്ന അതേ വിളിയാണ് വിളിച്ചത്. ഷാനവാസ് എന്ന് വിളിച്ചില്ല. ഇരിക്കൂ ഷാനു. അതെ, ഷാനു നിശബ്ദമായിരുന്നു. ഡോക്ടർ ഫയൽ തുറന്നു. ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ അല്ലേ? ഓക്കെ. ഷാനു, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. നീ പറഞ്ഞ കാര്യം സീരിയസ് ആണ്. കിഡ്നി വിൽക്കണം എന്ന് പറഞ്ഞു. നീ എന്തുകൊണ്ടാണ് അത് വിൽക്കുന്നത്? അതൊന്നും ഇപ്പം അത്ര നല്ല കാര്യമല്ലല്ലോ. ശരീരത്തിൻ്റെ ഒരു ഭാഗമാണത്. അതൊക്കെ എന്തിനാ? ഷാനു തലകുനിച്ചു. ഡോക്ടർ, എനിക്ക് വീട്ടിൽ കടാണ്. ഉമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി. എനിക്കാണെങ്കിൽ ഇപ്പോൾ കാലമായിട്ടൊരു ജോലിയും കൂലിയും അതുമില്ല. അതുകൊണ്ടാണ്. ഡോക്ടർ കുറച്ചു നേരം അവനെ മിണ്ടാതെ നോക്കി. ആദ്യം ഒരു കാര്യം വ്യക്തമായി പറയട്ടെ. ഇന്ത്യയിൽ നിയമപരമായി കിഡ്നി വിൽക്കുന്നത് പാടില്ല. അത് വലിയ കുറ്റാണ്. പക്ഷേ ഒരാൾക്ക് ബന്ധുവായി ദാനം ചെയ്യാം. അത് നിയമപ്രകാരം പരിശോധനകളിലൂടെ. ഷാനുവിൻ്റെ മുഖം അല്പം വെളുത്തു. അതായത്, നിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കണം. കിഡ്നി എന്താണെന്ന് അറിയാമോ? കിഡ്നിയുടെ ജോലി എന്താണെന്ന് അറിയാമോ ഷാനു? ഡോക്ടർ സോലിഹ് ഒരു ചെറിയ ഡയഗ്രാം എടുത്തു. അതായത്, കണ്ടോ, നമുക്ക് 2 കിഡ്നിയുണ്ട്. 2 കിഡ്നികളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അവ രക്തം ഫിൽറ്റർ ചെയ്യുന്നു, ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു, വെള്ളത്തിൻ്റെ ബാലൻസ് നിയന്ത്രിക്കുന്നു, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ അത് സഹായിക്കുന്നു, ഹോർമോണുകളും നിർമ്മിക്കുന്നു. 2 വേണോ ഡോക്ടറെ? ഷാന് ചോദിച്ചു. സാധാരണയായി ഒരാൾക്കൊരു കിഡ്നി കൊണ്ട് ജീവിക്കാം. പക്ഷേ അതിനു മുമ്പ് ഉറപ്പാക്കണം മറ്റേ കിഡ്നി പൂർണ്ണമായും ആരോഗ്യവാനാണെന്ന്. അതല്ല, ഒന്നെടുത്തു കഴിഞ്ഞതിന് ശേഷം മറ്റേത് ആരോഗ്യം കുറവുണ്ടെങ്കിലോ? പിന്നെ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ അവസ്ഥ? പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം. നിനക്ക് അത്രക്ക് റിസ്ക് എടുക്കണോ? അത്രമാത്രം റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നും കൂടി ആലോചിച്ച് നോക്ക്. ശരീരം വെച്ചിട്ട് കളിയാണ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കീറി മുറിച്ച് ഒഴിവാക്കുന്നു. അന്ന് അത്ര നല്ലല്ലോ. ശരീരത്തിൽ കത്തി വെക്കുന്ന പോലെ പാടില്ല എന്ന്. കഴിയുന്നതും പരമാവധി ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന ആളാണ് ഞാൻ. അതായത്, എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അള്ളാഹു തന്ന അവയവങ്ങൾ നമുക്ക് മരിക്കുമ്പോഴും അതുപോലെ ആ അവയവങ്ങൾ ഖബറിൽ കൊണ്ടുപോയി വെക്കണം എന്നുള്ളൊരു നെയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ
നമുക്കതിനൊന്നും തോന്നൂല. പക്ഷെ നിവൃത്തികേട് കൊണ്ട് ഇങ്ങനെ അല്ലാതെ അല്ല ഷാനു, വേറെ വഴിയൊന്നുമില്ലേ? വീട്ടിൽ കുറച്ച് ഒരു 5 സെൻറ്റ് സ്ഥലം വിൽക്ക്, അങ്ങനെ എന്തെങ്കിലും? ഇല്ല ഡോക്ടർ, അതൊന്നും എനിക്കില്ല. അതെന്താ? അപ്പോൾ നിങ്ങൾ ഡോക്ടർ ഉണ്ടായിരുന്നു, അതൊക്കെ ജപ്തി ചെയ്തു പോയി. ശരിക്കും ഡോക്ടർ പോലും ഒന്ന് ഞെട്ടി. സോറി ഷാനു, ഞാൻ ഇത്രമാത്രം സീരിയസ് എന്ന് അറിഞ്ഞില്ല. എന്താ തീരുമാനത്തിൽ മാറ്റെടുക്കണോ? ഡോക്ടറുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കിഡ്നി ആവശ്യമുള്ള എത്രയോ ആളുകളുണ്ടാവും, എത്രയോ. അത് പലർക്കും കിഡ്നി വീക്ക്നെസ്സൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. ഓരോരുത്തർക്ക് ദാനം നമുക്ക് നൽകുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാൽ ഫാമിലിക്കൊക്കെ പ്രത്യേകിച്ച്. അങ്ങനെ ഇപ്പം അടുത്ത് ഒരു പിതാവ് മകള് പിതാവിന് കൊടുത്തൊരു ചരിത്രം ന്യൂസ് കേട്ടിരുന്നോ? 2 ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. സ്വന്തം പിതാവിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അത് സ്വന്തം മകള് കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. അത് സ്വന്തം ഫാമിലിക്ക് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ നിങ്ങളുടെ കിഡ്നി കൊടുത്താൽ തന്നെ അത് ആവശ്യക്കാർ ഇഷ്ടം പോലെയാണ്. കാരണം പലരും കൊടുക്കാൻ മടിക്കുന്നൊരു സംഭവം കൂടിയാണ് അത്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ കാര്യങ്ങൾ പറയാമെന്ന് മാത്രം കേട്ടോ. ഞാൻ ഒരിക്കലും ഇതിന് കൂട്ടു നിൽക്കുന്നില്ല, നിർബന്ധിക്കുന്നില്ല, എനിക്കത് താല്പര്യമില്ല. പക്ഷെ ഒരു പേഷ്യൻറ്റിൻ്റെ ആവശ്യം അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ എന്താപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തൊക്കെ പരിശോധനകൾ ഷാനുവിന് വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിനക്ക് എടുക്കുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് കേട്ടോ. അത് രക്തപരിശോധന വേണം, ക്രിയാറ്റിനിൻ ലെവല് അത് ടെസ്റ്റ് ചെയ്യണം, യൂറിൻ ടെസ്റ്റ് ചെയ്യണം, അൾട്രാസൗണ്ട്, CT സ്കാൻ, ബ്ലഡ് പ്രഷർ, ഷുഗർ ലെവല്, ഇൻഫെക്ഷൻ സ്ക്രീനിങ്. ഇതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ഒരാളെ ഡോണറാക്കാൻ പറ്റുള്ളൂ. ഷാനു ശ്വാസം വിട്ടു. ഓപ്പറേഷൻ എങ്ങനെയാണ്? പിന്നെ ശസ്ത്രക്രിയയെക്കുറിച്ച് വിശദീകരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സാധാരണമായി ലാപ്രോസ്കോപ്പിക് നെഫ്രക്ടമി ആണ് ചെയ്യുന്നത്. അത് ചെറിയ മുറിവുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പൂർണ്ണ ബോധരഹിതാവസ്ഥയിൽ ജനറൽ അനസ്തേഷ്യ ചെയ്യും. ഓക്കെ, കിഡ്നി എടുത്ത് മറ്റൊരാൾക്ക് മാറ്റിവെക്കും. അതും എടുത്ത ഉടനെ തന്നെ കൊടുക്കണം. അത് ഡോക്ടറെ എത്ര ദിവസം ആശുപത്രിയിൽ വേണ്ടി വരും? സാധാരണ 3 മുതൽ 5 വരെ ദിവസമാണ്. പക്ഷെ പൂർണ്ണമായും സുഖമായി വരാൻ 4 മുതൽ 6 ആഴ്ച വരെ എടുക്കും. അതായത് 1.5 മാസത്തോളം എന്തായാലും റെസ്റ്റ് എടുക്കുന്ന വേണ്ടി വരും. പിന്നെ ഒരു കാര്യം, ഇതിനെക്കുറിച്ചുള്ള അപകട സാധ്യതകളോട് ഞാൻ പറയാം. ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്കിത് പറഞ്ഞുള്ള അനിവാര്യമാണ്. ഒരു ഡോക്ടർ ഒരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിക്കല്ല വേണ്ടത്, നിരുത്സാഹപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. പക്ഷേ പിന്നെ അങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ അതും കൂടെ പറയാം. എല്ലാ ശസ്ത്രക്രിയക്കും റിസ്ക് ഉണ്ടെന്ന് മറക്കരുത് ഷാനോ. എല്ലാത്തിനും അതിൻ്റേതായ റിസ്ക് ഉണ്ട്. അതിൽ രക്തസ്രാവം വരും, ഇൻഫെക്ഷൻ ഉണ്ടാവും, അനസ്തേഷ്യ റിയാക്ഷൻ, ഭാവിയിലെ ഹൈ ബ്ലഡ് പ്രഷർ, കിഡ്നി പ്രവർത്തനം കുറയാനുള്ള സാധ്യത, അതൊക്കെ ഉണ്ടാകും. ജീവിതകാലം മുഴുവൻ ശ്രദ്ധിക്കുകയും വേണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഒരു കിഡ്നിയോടെ നമ്മൾ ജീവിക്കുമ്പോൾ സ്ഥിരമായ മെഡിക്കൽ ചെക്കപ്പ്, ഒരു കിഡ്നിയുമായി ജീവിക്കുമ്പോൾ കേട്ടോ, അത് നമ്മൾ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ചെയ്യണം. സ്ഥിരമായ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം. രക്തസമ്മർദ്ദ നിയന്ത്രണം, ഷുഗറില്ലാത്ത ജീവിതം, അധികം ഉപ്പ് ഒഴിവാക്കണം, പുകവലി, മദ്യപാനം ഒഴിവാക്കണം, കൂടുതൽ വെള്ളം കുടിക്കുക, കഠിനമായ കോണ്ടാക്ട് സ്പോർട്സ് ഒഴിവാക്കുക, അങ്ങനെയൊക്കെ വേണം. മറ്റൊരു കാര്യം ഡോക്ടർ പറയുകയാണ്, ഭാവിയിൽ നിനക്ക് തന്നെ കൃത്രിമപ്രശ്നം വന്നാലോ, അതിനുശേഷം എന്തും ചെയ്യും? അതും കൂടെ നോക്കി നോക്ക്. 25 വയസ്സുള്ള യുവാവാണ് നീ. ഭാവിയിൽ നിനക്ക് തന്നെ ഒരു പക്ഷേ വല്ല കിഡ്നി പ്രോബ്ലം വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഷാൻ ഒന്നും മിണ്ടാതെ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. ഡോക്ടറെ, സാരല്ല, എൻ്റെത് പോട്ടെ, എനിക്ക് അത്യാവശ്യം. പിന്നെ അത് മാത്രമല്ല ഷാൻ, ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, മാനസിക പരിശോധന. അതായത് എന്തുകൊണ്ടാണ് ഇത് എടുക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ള മാനസികമായിട്ട് ഡോണർ ആകാൻ മുൻപ് മാനസിക കൗൺസിലിംഗ് ഉണ്ടായിരിക്കും. നീ സമ്മർദ്ദത്തിലാണോ? ആരെങ്കിലും നിന്നെ നിർബന്ധിക്കുന്നുണ്ടോ? ആരെങ്കിലും നിർബന്ധിപ്പിച്ചിട്ടാണോ നിന്നത് ചെയ്യിപ്പിക്കുന്നത്? പണം കിട്ടുമെന്ന് കരുതി ആരെങ്കിലും നിന്നെ ഉപയോഗിക്കുകയാണോ എന്നൊക്കെ. ഷാനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു.
ഡോക്ടർ, എന്താ ഞാൻ തെറ്റായി ചിന്തിച്ചോ? കാരണം എന്താണെന്ന് വെച്ചാലേ പല കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി കിഡ്നി എടുക്കുന്ന കാലൊക്കെ അല്ലേ, അതുകൊണ്ട് പറഞ്ഞൊന്ന് മാത്രം. അങ്ങനെയൊക്കെ നോക്കും. എന്നാൽ ഡോക്ടർ ഉപദേശിക്കുകയാണ്. ഡോക്ടർ സ്വാലിഹ് നിശബ്ദമായി പറയുകയാണ്, ഷാനു, ഞാൻ ഒരു കാര്യം പറയട്ടെ. ജീവിതം ഒരിക്കലും മാത്രമേ കിട്ടൂ. കടമടക്കാൻ ആരോഗ്യത്തെ വിൽക്കരുത്. നിനക്ക് ജോലി കണ്ടെത്താൻ ഞാൻ സഹായിക്കാം. എന്താ, ചാരിറ്റബിൾ ട്രസ്റ്റുകളുണ്ട്. ഉമ്മയുടെ ചികിത്സക്ക് സർക്കാർ പദ്ധതികളുണ്ട്. നീ ആരോഗ്യവാനാണ്, അതാണ് നിൻ്റെ സമ്പത്ത്. നീ ഒരിക്കൽ പോലും നിൻ്റെ കിഡ്നി കൊടുക്കരുത്, പ്ലീസ്. എന്താ, ജോലി ചെയ്ത് ഡോക്ടറെ, എനിക്കുള്ളത് 1-2 രൂപയല്ല, വലിയ കടങ്ങളാണ് എൻ്റെ ഉമ്മക്ക് വേണ്ടി എടുത്തത്. പക്ഷെ അതിപ്പോൾ പെറ്റുപെരുകി വലിയ ഒരു സംഖ്യയായി മാറി. ഏയ്, അങ്ങനെയൊന്നുമില്ല. വാ, നിനക്ക് ഞാൻ ജോലി തരാം. ഒരിക്കൽ പോലും നീ ഇതിനു വേണ്ടി നിൽക്കരുത്. എന്നാൽ ഷാനു കസാരയിൽ നിന്ന് എഴുന്നേറ്റു. ഡോക്ടർ, ഞാൻ എന്താ ചെയ്യാം? ഡോക്ടർ പറയുകയാണ്, ഷാനുവിൻ്റെ കിഡ്നി കൊടുക്കരുത്. നീ ആരോഗ്യവാനായ യുവാവാണ്. ഇതുപോലെ യുവാക്കളൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആരോഗ്യത്തിൽ എങ്ങനെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും? അല്ലെങ്കിലും മരണത്തിൽ തന്നെ ഉറപ്പില്ല. എങ്കിലും നടക്കുമ്പോൾ ആരോഗ്യത്തിൽ അതിനു വേണ്ടി സംരക്ഷിക്കാനുള്ളതല്ലേ ഞങ്ങൾ ഡോക്ടർമാർ. അതിന് നീ ഈ പണിയൊന്നും ചെയ്യരുത്. എന്നാൽ അവൻ പുറത്തേക്ക് കടന്നു. മുൻപത്തെ പോലെ ഭയമൊന്നുമില്ല. അവനിപ്പോൾ തിരിച്ചറിയുന്നു, 2 കിഡ്നി ഉണ്ട് എന്നുള്ളത് ഒരു ഭാഗ്യം മാത്രമല്ല, ഉത്തരവാദിത്വം കൂടിയാണ്. ആശുപത്രി ഗേറ്റിന് പുറത്തേക്ക് എത്തി അവൻ. ഷാനു ഫോൺ വിളിച്ച് ഉമ്മയെ വിളിച്ചു. ഉമ്മാ, ഞാനിപ്പോൾ വരാട്ടോ. മോനെ, എൻ്റെ കുട്ടി എന്ത് ബിസിനസ്സിനാണ് പോയതും ഉമ്മാനോട് പറയണില്ലല്ലോ. ഉമ്മാൻ്റെ പൊന്നു മോനെ, വേണ്ടാത്ത ബിസിനസ്സൊന്നും വേണ്ടട്ടോ. അതൊക്കെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാലേ റബ്ബേ ആകപ്പാടെ എടുങ്ങാറാകും. എന്നാൽ ആ ഉമ്മ അറിയുന്നില്ല തൻ്റെ പൊന്നു മോൻ കിഡ്നി വിൽക്കാൻ പോയതാണെന്ന്. എന്നാൽ സ്വാലിഹ് ഡോക്ടർ പറഞ്ഞ ആ വാക്കുകൾ കേട്ട് ഷാനുവിൻ്റെ മനസ്സിൽ, പഠിച്ചോനെ, ഞാൻ എന്താ ചെയ്യുക? ഡോക്ടർ വരെ അതിനെതിരാണ് നിൽക്കുന്നത്. വേറെ ഏതെങ്കിലും ഡോക്ടറെ പോയി കണ്ടാലോ? മതി, ഒരു കിഡ്നി കൊണ്ട് ജീവിക്കാം, അങ്ങനെ മതി. അത് മതി റബ്ബേ, എന്നാലും കടക്കാരനായി മരിപ്പിക്കില്ല അല്ലാ. അതായിരുന്നു അവൻ്റെ ചിന്ത. പെട്ടെന്നാണ് അതാ ഷാനുവിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത്. അല്ലാ, റിസ്വാന വക്കീൽ. അവൻ്റെ കൈകൾ വിറച്ചു. ഹലോ. ആ ഷാനു, എവിടെ? ഉമ്മ എവിടെ? പിന്നെ എന്തൊക്കെയുണ്ട്, സുഖല്ലേ? ഉമ്മക്ക് എങ്ങനെയുണ്ട്? ഉമ്മ എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ത് വേണമെങ്കിലും ചെയ്യാട്ടോ. ഉമ്മയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ പറഞ്ഞ പോലൊക്കെ ചെയ്തു. അല്ല, എന്താ ക്യാഷ് എടുത്തോ? നോക്കിയോ? അതെടുത്ത് നിങ്ങളെ കൊണ്ട് കഴിയണ രീതിയിൽ അത് ചിലവഴിച്ചോളൂ. പിന്നെയെന്ന് വെച്ചാൽ ഒരു കാര്യം ഞാൻ പറയാം, അതിൽ നിന്ന് 5 പൈസ പോലും അവിടെ ബാക്കി വെക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആരുടെയും നിങ്ങളെ കെയർ ഓഫിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും വേണമെങ്കിൽ കൊടുക്കാം. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തരുന്നു. എന്തായാലും വേണ്ടിയില്ല. പിന്നെ വർഷത്തിലൊരിക്കലെങ്കിലും സക്കാത്ത് അത് നിർബന്ധമാണല്ലോ. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി മാറ്റി വെച്ചതാണ് ഞാനിത്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ അത് ഉപയോഗിക്കണം, ഇൻഷാ അല്ലാ കേട്ടോ. എന്നാൽ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ്, പഠിച്ചോനെ, ഞാൻ എന്ത് ചെയ്യും റബ്ബേ? ആരുടെ ദുആയാണ്, പ്രാർത്ഥനയാണത്? അതെ, കിഡ്നി വിൽക്കണം എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിയതാണ്. പക്ഷേ റിസ്വാന വക്കീൽ പറഞ്ഞ വാക്കുകൾ, റബ്ബേ, എത്ര നല്ല മനസ്സിനുടമ. എന്നാൽ ഷാനു പടച്ച റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ റഹ്മാനെ, ആ ഒരു പെണ്ണിനെ റഹ്മാനെ നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യ റഹ്മാനെ. അല്ലാ, ഒരു ചതിയിലും നീ പെടുത്തല്ലേ അല്ലാ ആരുടെയും. ഇതിന് പകരമായ റഹ്മാനെ ഞാൻ എന്താ ചെയ്യാം, എനിക്കറിയുന്നില്ല. എന്നാൽ അപ്പോൾ തന്നെ ഷാനു വിളിച്ചത്, അതെ, അവളുടെ പിതാവിൻ്റെ ഫോണിലേക്കായിരുന്നു. ഹലോ ഉപ്പ. മോനെ, എന്തായി എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞ് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്, ഉപ്പ, ഞാൻ ഒരു കാര്യം പറയാം. ആ ഒരു വിവാഹത്തിന് ഞാൻ തയ്യാറല്ല. അതെന്താ മോനെ? അതെന്താ പെട്ടെന്ന്? ഉപ്പയുടെ മുഖം വല്ലാതെയായി. ഉപ്പ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ന സത്യം പറഞ്ഞാൽ ഉപ്പാക്ക് വല്ലാത്ത ടെൻഷനായിരുന്നത്. നല്ലൊരു വിവാഹം എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ആ ചതി മുഴുവനും
അവൻ ആ പിതാവിനോട് തുറന്നു പറയുകയാണ്. തുറന്നു പറഞ്ഞ് വേഗം പെട്ടെന്ന് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുവാൻ വേണ്ടിയിട്ട് അവൻ പറയാൻ ഒരുങ്ങുകയാണ്. എന്നാൽ അത് കേട്ടപ്പോൾ, ആ വിവാഹം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഉപ്പയുടെ ഹൃദയം വല്ലാതെ അങ്ങ് പിടച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കയ്യിൽ നിന്ന് ആ ഫോൺ ബെഡിലേക്ക് വീണു. ഉപ്പ, എന്തു പറ്റി? അപ്പോഴേക്കും റിസ്വാന വക്കീൽ വന്നു. ഉമ്മയും, എന്താ പറ്റിയത്? അതെ, ആ ഉപ്പാക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഏതൊരു മക്കളുടെയും വിവാഹം മുടങ്ങുക പറയുമ്പോൾ അത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, ആ മാതാപിതാക്കൾക്ക് അത് വല്ലാത്തൊരു സങ്കടമായിരിക്കും. എന്നാൽ ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞത് ഉമ്മ ശ്രദ്ധിച്ചു. എന്നാൽ വലിയൊരു ചതിയിൽ നിന്ന് പൊന്നുമോൾ രക്ഷപ്പെടുകയാണ് എന്നുള്ള കാര്യം ഉപ്പാക്ക് ആദ്യം അറിഞ്ഞില്ല. അത് പറയുവാൻ വേണ്ടി അതാ ഷാനു വീണ്ടും വിളിക്കുന്നു. അതെ, ഇപ്പോൾ തന്നെ വിളിക്കണം. വിളിച്ച് കാര്യങ്ങൾ പറയണം. റഹ്മാനെ, എൻ്റെ ജീവിതത്തിലേക്ക് വലിയൊരു സന്തോഷം കൊണ്ടുവന്നതാണ് റിസ്വാന വക്കീൽ. അള്ളാഹു നൽകിയ അവയവ ദാനം നൽകാതെ അതിനുള്ള ക്യാഷ് കൊടുക്കുവാൻ റഹ്മാനെ എനിക്ക് പറ്റുക എന്നുള്ളതും അത് വല്ലാത്തൊരു കാര്യം തന്നെയല്ലേ. റഹ്മാനെ, നീ കാത്തു രക്ഷിക്ക്. അങ്ങനെ അത് വീണ്ടും ഉപ്പയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഉപ്പയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ. അതെ, സങ്കടത്തോടെ ആ ഉപ്പ ഫോൺ എടുത്തു. പക്ഷെ ഒരിക്കൽ പോലും അറിയില്ലല്ലോ ഉപ്പാക്ക് തൻ്റെ മകൾ രക്ഷപ്പെടുകയാണെന്നുള്ളത്. ഉപ്പ വിചാരിച്ചു തൻ്റെ മകളുടെ കല്യാണം അതെ ആദ്യം വന്നത് മുടങ്ങുകയാണോ എന്നുള്ള ടെൻഷനിലായിരുന്നു ആ ഉപ്പ. ഇനി എന്തൊക്കെ തന്നെയാലും ഉപ്പ അതെല്ലാം അറിയുമ്പോൾ ഉപ്പയുടെ സന്തോഷം എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.